പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പഹൽഗാം എന്നറിയപ്പെടുന്ന സ്ഥലത്തു നിന്ന് നമ്മുടെ ആളുകളൊക്കെ ഏതാണ്ട് തിരിച്ച് ഡൽഹിയിലേക്കും കേരളത്തിലേക്കൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകേണ്ടുന്ന സ്ഥലങ്ങളിലേക്ക് പോകേണ്ടുന്നവരൊക്കെ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെയൊക്കെ മനസ്സിലൊരു പക്ഷേ ഒരു ചോദ്യം ഉണ്ടാകും, എന്തുകൊണ്ടാണ് നമ്മൾ ഇന്ത്യ തിരിച്ചടിക്കാഞ്ഞത്? അത് നയതന്ത്രത്തിൻ്റെ ഒരു ഭാഗമാണ്. ഒരു രാജ്യവും മറ്റൊരു രാജ്യത്തിന് ഇത്ര മണിക്ക് അടിക്കുമെന്ന് പറയാറില്ല. അത് ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്യും. സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ട്. അത് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം വിദേശകാര്യ സെക്രട്ടറി പറഞ്ഞത്, പാകിസ്ഥാൻ്റെ ഭാഗത്ത് പൂർണ്ണമായിട്ട് തെറ്റോ ഉണ്ടെന്ന് കണ്ടാൽ വേണ്ടത് വേണ്ട സമയത്ത് ചെയ്യും. അതാണ് ശരിക്കും നയതന്ത്രം. നേരത്തെ പറഞ്ഞാൽ അവർ മുൻകരുതലുണ്ട്. ഇന്ന് പ്രകോപനപരമായിട്ട് അവിടുത്തെ ഒരു മന്ത്രി പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെന്ത് ചെയ്താലും ഞങ്ങൾക്ക് വിഷയമൊന്നുമില്ല, ഞങ്ങൾ സർവ്വസജ്ജമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനാണ് ഈ സമയത്ത് വന്നത്. നമ്മൾ പാകിസ്ഥാൻ്റെ അവസ്ഥ നോക്കിയാൽ വളരെ കഷ്ടമാണ്. എന്നുവെച്ചാൽ റൊണാൾഡ് ട്രംപ് US, വാൾഡിമിർ പുടിൻ റഷ്യ, ജോർജിയ മെലോണി ഇറ്റലി, JD വാൻസ് US വൈസ് പ്രസിഡൻറ്റ്, ആന്റണി അൽബേനീസ് ഓസ്ട്രേലിയ, ഗുവാജിയോ കുൻ ചൈന, അഫ്ഗാനിസ്ഥാൻ്റെ താലിബാൻ പോലും നമ്മളെ സപ്പോർട്ട് ചെയ്തു. താലിബാൻ്റെ ഒരു അഭിപ്രായം, വെറുതെ ആവശ്യമില്ലാതെ സഹരാജ്യങ്ങളുടെ ശത്രുത പിടിച്ചു വളർത്തേണ്ട കാര്യമില്ല എന്ന് താലിബാനാണ് പറഞ്ഞെന്ന് ആലോചിക്കണം. UK കെയ്ൻസ്റ്റിമീർ, ഫ്രാൻസ് ഇമ്മാനുവേൽ മക്രോൺ, ശ്രീലങ്ക അനുരകുമാര ദിസ്സനായകെ, യൂറോപ്യൻ കമ്മീഷൻ ഉർസുല വോൺ ദെർ, ഇസ്രയേൽ അന്റോണിയോ ഗുട്ടേഴ്സ്, യൂറോപ്യൻ യൂണിയൻ സെക്രട്ടറി, അറബ് രാജ്യങ്ങൾ, ഇങ്ങനെ ലോകത്തിൻ്റെ പല രാജ്യങ്ങളും, പ്രത്യേകിച്ച് ഒന്ന് ആലോചിക്കുക, ലോകത്തിലെ ഏറ്റവും വൻകിട ശക്തി US, അത് കഴിഞ്ഞാൽ ചൈനയോ റഷ്യയോ പിടിക്കാം, ഫ്രാൻസ്, നാലാമത്തെ സ്ഥാനം എങ്ങനെയായാലും നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയും വലിയ ശക്തികൾ ഒരുമിച്ച് ചേർന്ന് നിന്ന പാകിസ്ഥാനുണ്ടോ? പിന്നെ എന്തിനാണ് മസിൽ പിടിക്കുന്നത്? ഇനിയും പാകിസ്ഥാൻ്റെ ഏറ്റവും വലിയ കഷ്ടകാലം, കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് ഇവർ. ഈ കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് ജലം കിട്ടുന്നില്ല, ആവശ്യത്തിന് ജലം കിട്ടുന്നില്ല എന്ന് വന്നാൽ എന്ത് ബുദ്ധിമുട്ടാകും? ഇതൊക്കെ ഒരു ഭീകരൻ്റെ തലേന്ന് ഉദിച്ചെങ്കിൽ എത്രയോ പാവപ്പെട്ട മനുഷ്യരാണ് ഇത് അനുഭവിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് പച്ചക്കറി ഏറ്റവും കൂടുതൽ പാകിസ്ഥാൻ ലഭിച്ചിരിക്കുന്നത് 2 ഇടുക്കുകൾ, അടാരി ബാഗും വേറെ ഒന്നുണ്ടല്ലോ, ഇത് രണ്ടും അടയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അവിടുത്തെ സാധാരണ ജനങ്ങൾക്കാണ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പാകിസ്ഥാൻ നമ്മുടെ സഹോദര രാജ്യമാണ്. അതിനെ ശത്രുതയോടെ കാണേണ്ട കാര്യമില്ല. ഞാനതിൻ്റെ കൂടെ ചേർത്ത് ഒരു കാര്യം കൂടെ പറയാം. അത് ആ ഒറ്റ വീഡിയോയിൽ അങ്ങ് പോകട്ടെ എന്ന് വിചാരിച്ചാൽ ഞാൻ പറയാൻ. അതായത് ഇന്നലെയൊക്കെ നമ്മൾ കണ്ടതാണ്, സയ്യിദ് ആദിൽ ഹുസൈൻ എന്ന് പറയപ്പെടുന്ന ഒരു മനുഷ്യൻ, അവർ കുതിര ഓടിച്ച് ജീവിക്കുന്നവരാണ്. അവൻ്റെ കുതിരപ്പുറത്ത് ഒരു സഞ്ചാരി ഉണ്ടായിരുന്നു. ആ സഞ്ചാരിയായ മനുഷ്യനെ, അല്ലെങ്കിൽ ആ വ്യക്തിയെ വെടിവെക്കുവാൻ ആഗ്രഹിച്ചപ്പോൾ എൻ്റെ കൂടെ വന്നവനെ കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് 28-കാരൻ സയ്യിദ് ആദിൽ ഹുസൈൻ അദ്ദേഹം ചെന്ന് ഈ ഭീകരൻ്റെ കയ്യിൽ നിന്ന് തൂക്ക് തട്ടിപ്പറിച്ച് മാറ്റാൻ നോക്കുകയാണ്. അവൻ്റെ ധീരത സമ്മതിക്കണം. ഉമർ അബ്ദുള്ള എന്ന് പറയപ്പെടുന്ന അവിടുത്തെ മുഖ്യമന്ത്രി ഇന്നലെ അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ശുശ്രൂഷയിലെ ശവസംസ്കാര ചടങ്ങിൽ വന്ന് സംബന്ധിച്ചുകൊണ്ട് അവരുടെ ബാപ്പായെ കെട്ടിപ്പിടിച്ച് പറയുന്നുണ്ട്, ഇത് ധീരതയുടെ ഒരടയാളമാണ്, ഇവൻ ലോകം ഉള്ളിടത്തോളം കാലം അനുസ്മരിക്കപ്പെടും. പക്ഷേ അവൻ്റെ ഭാര്യയുണ്ട്, അവന് ഒരു കുഞ്ഞുണ്ട്. ഞാൻ ഇത് എടുത്തു പറയാനുള്ള കാരണം, ഇന്ത്യയിലും ലോകത്തിലുള്ള എല്ലാ മുസ്ലിങ്ങളും മോശമല്ല. സൗദി രാജാവ് എന്താ പറഞ്ഞത്? ഞങ്ങൾ ഇന്ത്യയോടൊപ്പമാണ്. അവർ ജാതിസമാണ് പറഞ്ഞു, ഇല്ലല്ലോ. അപ്പം അറബ് കൺട്രീസിൽ എന്താ, മുസ്ലിംസ് അല്ലേ? അപ്പം ഇവിടെ ഈ നമ്മൾ മുസ്ലിംസിനെ അടച്ചാക്ഷേപിക്കേണ്ട ആവശ്യമില്ല. നല്ല മുസ്ലിംസ് ഉണ്ട്. ഞാൻ എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ 13 കൊല്ലം ഒരു മുസ്ലിം മാനേജ്മെൻറ്റ് ജോലി ചെയ്തവനാണ് ഞാൻ. ഒരു തിക്താനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല.
ജാതി ചോദിച്ചിട്ടില്ല, അവർ മതം ചോദിച്ചിട്ടില്ല. ഇവിടെ പഠിക്കുന്നത് മജോറിറ്റി ഹിന്ദു കുട്ടികളാണ്. ഒരിക്കലും ചോദിച്ചിട്ടില്ല. അതായത് ഞാൻ പറഞ്ഞത് ഈ സയ്യിദ് ആദിൽ ഹുസൈൻ കാണിച്ച ധൈര്യം കണ്ടോ? അവൻ ആ കുതിരപ്പുറത്തിരുന്ന് ആരാണെന്ന് ചോദിച്ചില്ല. സാബ് എന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ. അവർ ജാതി ചോദിച്ചിട്ടില്ല. പത്രത്തിലുണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ ഒരു ഭീകരവാദികളായിട്ട് നിൽക്കുന്നത് ചിലപ്പോൾ ഒരു 100-ൽ 10 പേരായിരിക്കും. പക്ഷെ നീയൊക്കെ നശിപ്പിക്കുന്നത് ശരിക്കും നല്ല മുസ്ലിമിൻ്റെ പേരാണ്. ഭീകരവാദികളെ നിങ്ങൾ ഭീകരവാദം നിർത്തൂ. ഇന്നലെ കണ്ടില്ലേ, നിങ്ങൾക്കെതിരെ തന്നെ കാശ്മീരിലെ മുസ്ലിം യുവതികൾ തെരുവിലിറങ്ങിയിട്ട് പറഞ്ഞു, ഞങ്ങളൊന്ന് നടുവ് നിവർത്തി വന്നതേ ഉള്ളൂ, നീയൊക്കെ കാരണം ഞങ്ങളുടെ നാട്ടിലോട്ട് വരുന്ന വിദേശികൾ, ഞങ്ങളുടെ ആകപ്പാടെയുള്ള അന്നം വിദേശികളിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ സ്വദേശത്തുനിന്ന് വരുന്ന യാത്രികരാണ്, അത് നിങ്ങൾ നശിപ്പിച്ചു. ഒരു രാജ്യം നന്നാവുന്നത് ഇഷ്ടപ്പെടാത്ത ഭീകര നിന്നെയൊക്കെ നീന് ഭീകരനല്ല കേട്ടോ, അതെനിക്ക് ഭയങ്കര വിഷയം. പോയിൻറ്റ് ബ്ലാങ്കിൽ വന്നിട്ട് നെറ്റിക്ക് വന്ന് വെടിവെച്ച് കൊല്ലുന്നതാണോ ഭീകരൻ? ഇന്നലത്തെ കണ്ടില്ലയോ നിൻ്റെ 2 ഭീകരന്മാർ നുഴഞ്ഞു കയറാൻ നോക്കിയപ്പം കിട്ടിയല്ലോ. ബാരാമുല്ല ജില്ലയിൽ കിട്ടിയല്ലോ. അതാണ് ഭീകരനെ അറ്റാക്ക് ചെയ്യുന്നത്. അതാണ് ഭാരതീയൻ്റെ തൻ്റെ ഇടം എന്ന് പറഞ്ഞു. അവനെ വെടിവെച്ചൊന്നുമില്ലേ നുഴഞ്ഞു കയറിയാനെ? അതാണ് അറ്റാക്ക്. അല്ലാതെ വന്നിട്ട് അടുത്ത് വന്നിട്ട് പേര് ചോദിക്കുക, നിൻ്റെ പേരെന്തോ ദാമോദരൻ, എന്നാൽ നിന്നെ കൊന്നേക്കാം, നെറ്റിക്ക് വെടിവെക്കുക. നിൻ്റെ പേരെന്തോ രാമേന്ദ്രൻ, നീ ഹിന്ദു അല്ലേ എന്ന മനസ്സ് ചിന്തിച്ച് കാണും, അവനെ വെടിവെക്കുക. ഇതാണവിടെ നിൻ്റെ ഭീകരത. ഭീകരത എന്ന് പറഞ്ഞാൽ അറ്റാക്ക് ചെയ്യണം. പട്ടാളത്തോട് അറ്റാക്ക് ചെയ്യും, പാവപ്പെട്ട സിവിലിയൻ്റെ മണ്ടയ്ക്ക് കയറുന്നു അവൾ നിൻ്റെ ഭീകരത. നിന്നെപ്പറ്റ ഉദരം നശിക്കപ്പെട്ടു പോട്ടെ. നിന്നെ ജനിപ്പിക്കാൻ തോന്നുന്ന നിൻ്റെ അപ്പൻ്റെ ഇച്ഛ നഷ്ടപ്പെട്ടു പോകട്ടെ. ഇനിയും നിൻ്റെ കയ്യിൽ നിന്ന് പുതിയൊരു ബീജം ഉണ്ടാവാതിരിക്കട്ടെ. ജോൺസൺ കരൂർ.